നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. എറണാകുളം കടവന്ത്രയിൽ നിന്ന് കാണാതായ വയോധികയെ ആലപ്പുഴയിൽ എത്തിച്ച് കൊലപ്പെടുത്തിയ വാർത്തയുടെ നടുക്കത്തിലാണ് കേരളം. ഏറെ വിശ്വസിച്ചവരാണ് 73കാരി സുഭദ്രയുടെ ജീവനെടുത്തത്. അതും അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കവരാൻ വേണ്ടി മാത്രം. അരും കൊല നടത്തിയ ശേഷം ഒളിവിൽ പോയ ദമ്പതിമാരെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ വിഷയമാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിൽ അന്വേഷണം വേളാങ്കണ്ണിയിലേക്കും വ്യാപിപ്പിച്ച് പോലീസ്. പ്രതികളെന്ന് സംശയിക്കുന്ന ശർമിളയ്ക്കും നിതിൻ മാത്യുവിനും വേണ്ടി കടവന്ത്രയിൽ നിന്നും ആലപ്പുഴയിൽ നിന്നുമുള്ള അന്വേഷണ സംഘം ഉടുപ്പിയിലും പരിശോധന നടത്തുന്നുണ്ട്. കൊലപാതകം ആസൂത്രിതമാണെന്നും വീടിന് പുറത്തുവശത്ത് നേരെ തന്നെ കുഴിയെടുത്തു വെച്ചിരുന്നുവെന്നുമാണ് പോലീസിന്റെ നിഗമനം. അതേസമയം ശർമിളയ്ക്കും മാത്യുവിനും വധശിക്ഷ നൽകണമെന്ന് മാത്യുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. ചവറിടാൻ വേണ്ടിയിട്ടാണ് ഒരു കുഴിയെടുത്ത് തരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കുഴിയെടുത്തെന്നാണ് ഞങ്ങൾ കണ്ടില്ല, ഞങ്ങളുടെ അറിവാണ് പറയുന്നത്. അങ്ങനെ കുഴിയെടുപ്പിച്ച് ശേഷം അവർ പോവുകയും ചെയ്തു. അവർ നിരപരാധികളാണ്. അവന് ഒറ്റക്കാണ്, അവന് അറിയത്തില്ല. അവന്റെ കൂട്ടുകാരനാണ് കുഴിയെടുത്തെന്നുള്ള ഞങ്ങൾ അറിഞ്ഞതാണ്. ഞങ്ങളുടെ എന്റെ മകനും മരുമകളും അവരെ പിടിച്ച് അവരെ തൂക്കിക്കൊല്ലണം. ജീവനോടെ വിടരുത്. ജീവനോടെ വിട്ടാൽ ഞങ്ങളെ കൊല്ല, അല്ലെങ്കിൽ അതിനു മുമ്പ് ഞങ്ങൾ ആത്മഹത്യ ചെയ്യണം. എനിക്കിപ്പോ ജീവിക്കണമെന്നൊന്നുമില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ചത്താൽ മതി. എന്നാൽ നാട്ടുകാരിപ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കുക. കൊലപാതകയുടെ മാതാപിതാക്കന്മാരൊന്നും ഇപ്പൊ മുദ്ര കുത്തിയിരിക്കുക. ഞങ്ങളുടെ സഹോദരങ്ങൾ ഇപ്പൊ ആരും ഞങ്ങൾക്ക് തുണയില്ല. ഇപ്പൊ ഞങ്ങൾ രണ്ട് പ്രായം ചെന്നവരിങ്ങനെ ഇരിക്കുക. എനിക്ക് 63 വയസ്സ്, 67 വയസ്സ്. ഇപ്പൊ ഞങ്ങൾക്ക് എന്തെങ്കിലും ക്ഷീണമെന്ന് വല്ലവരും ഉണ്ടോ? ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനമൊപ്പം കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരുന്നു. ആദ്യം ശരണ്യയിലേക്ക്. ശരണ്യ, കേരളത്തെ ഏറെ ഞെട്ടിച്ചൊരു കൊലപാതകമാണ്. ഇപ്പോഴും ചുരുളഴിഞ്ഞിട്ടില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി? എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് വാർത്തയുടെ? ഭവ്യ, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. മോർച്ചറിക്ക് മുന്നിലായാണ് ഇപ്പോൾ ഉള്ളത്. സുഭദ്രയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. കടവന്ത്രയിൽ നിന്നും മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി. അവരാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വിശ്വാസ്യത നേടിയെടുത്ത ഒരാളെ കബളിപ്പിച്ച് അവരുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നതിന് ശേഷം അവരെ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ അപായപ്പെടുത്തുക എന്നുള്ള ഒരു കേസാണ്. അതായത് ഈ നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് കേസിലെ മുഖ്യ പ്രതിയായി പോലീസ് സംശയിക്കുന്ന മാത്യുവിന്റെ കുടുംബാംഗങ്ങളുടെ അമ്മയുടെയും അച്ഛന്റെയും വാക്കുകളാണ് നമ്മൾ കേട്ടത്. അവർ പറയുന്നത് വളരെ നിഗൂഢമായ പല കാര്യങ്ങളും ഇവരെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് മാത്യു 2ാം വിവാഹമാണ് കഴിക്കുന്നത്. ഇത്തരത്തിൽ സുഭദ്ര, ഈ കൊല്ലപ്പെട്ട സുഭദ്ര എന്ന സ്ത്രീയാണ് മാത്യുവുമായി ഈ ഷർമിളയുടെ വിവാഹം ഉറപ്പിക്കുന്നതിൽ മുൻകൈ എടുത്തത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് ഷർമിളയെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഷർമിളയും കൊല്ലപ്പെട്ട സുഭദ്രയുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ആ കുടുംബം സ്ഥിരീകരിക്കുന്നുണ്ട്. വിവാഹ സമയത്ത് സ്വന്തം, അതായത് ആന്റിയാണ് എന്ന് പറഞ്ഞാണ് ഈ ഷർമിള സുഭദ്രയെ പരിചയപ്പെടുത്തിയത്. കല്യാണാലോചന നടക്കുന്ന ഘട്ടത്തിൽ തന്നെ സുഭദ്ര ആലപ്പുഴയിൽ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നു. അതായത് 2020 മാത്യുവും ഷർമിളയും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ആ ഘട്ടത്തിൽ പോലും അന്ന് വിവാഹത്തിന് മുൻകൈയെടുത്ത എല്ലാ കാര്യങ്ങൾക്കും നിന്നത് ഈ സുഭദ്രയാണ് എന്നുള്ള കാര്യമാണ് കുടുംബം സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അത്ര വിശ്വസിക്കുന്ന, അത്ര സ്നേഹത്തോടെ കൂടെ നിന്ന ഒരാളെ കൊലപ്പെടുത്തിയ ഇവർക്ക് പരമാവധി ശിക്ഷ നിയമം നൽകണമെന്നുള്ള ആവശ്യമാണ് ആ കുടുംബം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൊലപാതകം നടന്നിരിക്കുന്നത് മോഷണ ശ്രമത്തിന്റെ ഭാഗമായാണ് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത്. ഈ സുഭദ്രയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ മൃതദേഹം കണ്ടെടുക്കുന്ന ഘട്ടത്തിൽ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം CCTV ദൃശ്യങ്ങളിലടക്കം സുഭദ്ര കടന്നു പോകുന്ന ദൃശ്യങ്ങൾ സുഭദ്രയുടെ ശരീരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്വർണം ആലപ്പുഴയിലെ ജുവലറിയിൽ വിറ്റതായും ഒപ്പം തന്നെ ഉടുപ്പിയിൽ വിറ്റതായും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ പേ മുഖാന്തരം ആലപ്പുഴയിലെ ജുവലറിയിൽ നിന്നും പണം ഇവർക്ക് കൈമാറിയിട്ടുള്ള രേഖകളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഈ സുഭദ്രയുടെയും ഈ ഷർമിളയുടെയും ഒപ്പം തന്നെ മാത്യുവിന്റെയും ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണ മദ്യപാനികളായിരുന്നു രണ്ടുപേരും എന്നുള്ളതാണ്
ആ കുടുംബം രക്ഷകർത്താക്കൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടുപേരെയും വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടായത്. മദ്യപിച്ചു കഴിഞ്ഞാൽ ഷർമിളയാണെങ്കിലും മാത്യു ആണെങ്കിലും ആക്രമണ വാസന ഉള്ള ആളുകളാണ് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ മിക്ക ദിവസങ്ങളിലും ഇരുവരും ചേർന്ന് മദ്യപിച്ചതിന് ശേഷം വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ആ രക്ഷകർത്താക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഷർമിള ഒരിക്കൽ മദ്യപിച്ചതിന് ശേഷം മാത്യുവിനെ ഒരു ആയുധം ഉപയോഗിച്ച് കയ്യിൽ വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്യു ചികിത്സ തേടുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ആദ്യം പോലീസിൽ വെട്ടി പരിക്കേൽപ്പിച്ച കാര്യം അവർ അറിയിക്കുകയും മണ്ണഞ്ചേരി പോലീസ് എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അവർ ആശുപത്രിയിൽ മൊഴി മാറ്റി ആ കേസിൽ നിന്ന് ഒഴിവായി പോവുകയായിരുന്നു. അതിനുശേഷം, അതായത് ആദ്യഘട്ടത്തിൽ ഈ മദ്യപാനം അടക്കമുള്ള വിഷയങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന് ഇവരെ പുറത്താക്കിയതിനു ശേഷം വീണ്ടും ഇവർ താമസിക്കാൻ വരുന്നത് ഈ ഘട്ടത്തിലാണ്. അന്ന് തന്നെ, അതായത് വിവാഹാലോചന നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ ഷർമിളയും ഒപ്പം തന്നെ മരിച്ച സ്ത്രീയുമായി പണമിടപാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ സാമ്പത്തികമായ ഇടപാടുകൾ ഇവർക്ക് തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ പണം സുഭദ്ര തിരിച്ചു ചോദിച്ചിരുന്നു എന്നുള്ളതും മാത്യുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. രണ്ടാഴ്ച ഇവരെ കുറിച്ച് യാതൊരു വിവരവും നമ്മളോട് മാതാപിതാക്കൾ സംസാരിക്കുന്നത് അവരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. നേരത്തെ തന്നെ വീടിന്റെ പുറകുവശത്ത് കുഴിയെടുത്ത് വെച്ചിരുന്നുവെന്ന്. അത് സൂചിപ്പിക്കുന്നത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ എന്നത് തന്നെയല്ലേ? കാരണം കൃത്യമായ ആസൂത്രണം നടന്നു. പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ഷർമിള മരണപ്പെട്ട സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയതും ആസൂത്രിതമായുള്ളൊരു കൊലപാതകമാണ് സംഭവിച്ചത് എന്ന് തന്നെയല്ലേ നേരത്തെ തന്നെ കുഴിയെടുത്തു വെച്ചു എന്നതിലേക്ക് മനസ്സിലാവുന്നത്? അന്വേഷണ സംഘം ആ കാര്യം അന്വേഷിക്കുന്നുണ്ടോ ഇപ്പോൾ? ഇതിനകത്ത് രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ആരോഗ്യസ്ഥിതി മോശമായി സുഭദ്ര മരണപ്പെടുക, അതിനുശേഷം അവരുടെ ആഭരണങ്ങൾ കവർന്ന ശേഷം മൃതദേഹം അവിടെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ മൃതദേഹം ആരും അറിയാതെ മറവ് ചെയ്യുക. അതിനപ്പുറത്തേക്ക് ഒന്നെങ്കിൽ മറ്റ് രീതിയിൽ ഏതെങ്കിലും രീതിയിൽ കൊലപ്പെടുത്തിയതിനു ശേഷം ആഭരണങ്ങൾ കവരുക. രണ്ടാണെങ്കിലും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ കൊലപാതക കുറ്റം നിലനിൽക്കുമെന്നുള്ള നിലപാടിലാണ് പോലീസ് നിൽക്കുന്നത്. കാരണം ആരോഗ്യസ്ഥിതി മോശമായ ഒരാളെ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ ചികിത്സയടക്കം നിഷേധിച്ച് അത്തരത്തിൽ ഒരു മരണാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതും സമാനമായ രീതിയിലുള്ള കുറ്റം തന്നെയാണ് എന്നുള്ള നിലപാടിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൊലപാതക കുറ്റം ചുമത്തുമെന്നുള്ള കാര്യത്തിനകത്ത് പോലീസ് യാതൊരുവിധ സംശയവും പ്രകടിപ്പിക്കുന്നില്ല. ഈ പ്ലാൻഡ് ആണ് ഈ ഇത്തരം ഒരു സംഭവം എന്നുള്ളതിലേക്ക് പോലീസിനെ എത്തിക്കുന്നത് പ്രധാനമായും ഈ കുഴിയെടുത്ത ആളുകൾ നൽകിയ മൊഴി തന്നെയാണ്. അതായത് 7-ാം തീയതി ഷർമിളയും മാത്യുവും വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ പിൻഭാഗത്തായി ഇന്നലെ മൃതദേഹം കണ്ടെടുത്ത ആ ഭാഗത്ത് കുഴി എടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഘട്ടത്തിൽ ഷർമിള ജീവനോടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ കുഴി എടുത്ത ആളുകൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. അങ്ങനെയാണെങ്കിൽ അതിനുശേഷമാണ് ഷർമിള കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരുന്നത്. അത് തന്നെ കരുതിക്കൂട്ടി സുഭദ്രയുടെ ശരീരം മറവ് ചെയ്യുന്നതിന് വേണ്ടി അത്തരം ഒരു കുഴി തയ്യാറാക്കിയതാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് എന്ന് അത്തരത്തിൽ ഒരു സാഹചര്യം ഒരുക്കിയതിനു ശേഷമാണ് ഈ മരണത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള വിവരമാണ്. അത്തരം നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഇവർ അന്യ സംസ്ഥാനത്തേക്ക് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും കടന്നു എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായിട്ടുണ്ട്. വളരെ അടുത്ത പ്രതികളിലേക്ക് വളരെ അടുത്ത് വരെ അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. തീർച്ചയായും തമിഴ്നാട്ടിൽ വേളാങ്കണ്ണിയിലേക്കാണ് അന്വേഷണം വ്യാപിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രതികൾക്കായി പോലീസ് വല വിരിച്ചിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമായും പോലീസ് എന്താണ് പറയുന്നത്? ഈ പ്രതികൾ നേരത്തെ തന്നെ ശരണ്യ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി, പ്രതികൾ തികഞ്ഞ മദ്യപാനികളാണ്. അപ്പോൾ ഇവരുടെ ഒരു പശ്ചാത്തലം എന്താണ്? മറ്റേതെങ്കിലും കേസുകളിൽ പ്രതികളാണോ ഈ രണ്ടുപേരും? ഇവർക്ക് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നും നിലവിലത്തെ കേസുമായി ബന്ധപ്പെട്ടില്ല. ഒരു മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട മാത്യുവിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഔദ്യോഗികമായി പോലീസിൽ മറ്റ് രേഖകളിലൊന്നും തന്നെ ഇവർക്ക് എതിരെ മറ്റ് കേസ് ഹിസ്റ്ററികളൊന്നും ഉള്ള ആളുകളല്ല. പക്ഷേ അതേസമയം തന്നെ പരിസരവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥിരീകരിക്കുന്നത് ഷർമിളയുടെ മദ്യപാനത്തെക്കുറിച്ച് പരിസരത്തുള്ള ആളുകൾ പോലും, നാട്ടുകാർ പോലും നമ്മളോട് സ്ഥിരീകരിക്കുന്നുണ്ട്. പുറത്തിറങ്ങി നിന്ന് മദ്യപിച്ച ശേഷം പുറത്തിറങ്ങി നിന്ന് ഈ മാത്യുവിന്റെ അമ്മയായ ഗ്രേസിനെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അവരെ നമ്മളോട് പറഞ്ഞത് ഈ ഷർമിള മദ്യപിച്ചതിന് ശേഷം പിന്നീട് മുഖത്തേക്ക് നോക്കാൻ പോലും ഭയമാണ്, അത്രമാത്രം ക്രൂരമാണ് അവരുടെ ഓരോ പ്രവൃത്തിയും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.
തീർച്ചയായും ശരണ്യ തുടരുക. ഇപ്പോൾ ഡാനി ഇപ്പോൾ കൂടി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, കടവന്ത്രയെ ഏറെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ വിവരങ്ങളാണ് ഓരോ മണിക്കൂറുകളിലും ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രതികൾക്കായി കടവന്ത്ര പോലീസ് അടക്കം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? എന്തെങ്കിലും സൂചന അന്വേഷണ സംഘത്തിന് ഈ പ്രതികളെക്കുറിച്ച് ലഭ്യമാകുന്നുണ്ടോ? പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ തന്നെയാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. കാരണം ഇവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉടുപ്പിയിൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. പക്ഷേ അതിന് അപ്പുറത്തേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കും നീങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രധാനമായും തീർത്ഥാടന കേന്ദ്രങ്ങൾ, അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ കൂടിയും ഇവരെ അതിനും അപ്പുറത്തേക്ക് കടന്നു കളയാനുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരൊരു പശ്ചാത്തലം അടക്കമുള്ള ഒരു കാര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവർക്ക് മറ്റു സ്ഥലങ്ങളിലേക്കുള്ള നീങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങൾക്കപ്പുറം മറ്റിടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ആഭരണം വിറ്റുകിട്ടിയ പണം, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം തന്നെ അവർക്ക് കയ്യിലേക്ക് കരുതാവുന്ന ഒരു പണവും കാര്യങ്ങളും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല ഉടുപ്പിയിൽ മറ്റാരെങ്കിലും ഇവരെ സഹായിക്കാനുണ്ടോ എന്ന കാര്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. അവരെ ആരെയും സഹായമില്ലാതെ വളരെ പെട്ടെന്ന് അവിടെ എത്തുകയും അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകാനും സാധിക്കില്ല എന്ന് കരുതുന്നു. ആരുടെയെങ്കിലും ഒരു സഹായം പ്രാദേശികമായിട്ട് തന്നെ, പ്രത്യേകിച്ച് ഷർമിള അവിടെ അവരുടെ സ്വദേശം അവിടെ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ സഹായങ്ങൾ ലഭിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവരിത് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എങ്കിൽ കൂടിയും ഇവർ ഏതെങ്കിലും രീതിയിലൊരു സഹായം ചോദിക്കുമ്പോൾ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ, ഒരുപക്ഷെ യാത്രയ്ക്കോ മറ്റോ എവിടേക്കെങ്കിലും മാറുവാനുള്ള ഒരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുത്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വൈകാതെ ഇവരിലേക്ക് എത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. വിപുലമായ ഒരു അന്വേഷണം എല്ലാ രീതിയിലും തന്നെ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു വയോധികയെ കൊലപ്പെടുത്തിയ ശേഷം കടന്നു കളയുക, അതും വളരെ ആസൂത്രിതമായി ഗൂഢാലോചനയോടുകൂടി ഇത്തരം മുന്നൊരുക്കങ്ങൾ നടത്തിയ ശേഷം അവരുടെ ആഭരണങ്ങളടക്കം കവർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവരൊരു മാനസിക നില തന്നെയാണ് വ്യക്തമാക്കുന്നത്. തീർച്ചയായും ഡാനി, അവിടെയാണ് ഒരു സംശയം വരുന്നത്. കാരണം ഇത്ര നാളും നേരത്തെ ശരണ്യ സൂചിപ്പിക്കുകയുണ്ടായി, ഈ രണ്ട് പ്രതികളുടെയും വിവാഹത്തിന് പോലും ഒപ്പം നിന്നയാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട വയോധിക എന്ന്. അങ്ങനെയാണെങ്കിൽ അത്രമാത്രം അവർക്ക് വിശ്വാസമുള്ള, ബന്ധമുള്ള, വളരെ അടുപ്പമുള്ള ഒരാളെയാണ് ഇപ്പോൾ ഇത്ര അതിക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ സ്വർണ്ണാഭരണങ്ങൾ കവരുക എന്നതിന് അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും വൈരാഗ്യം അവരുടെ ബന്ധത്തിനിടയിൽ ഉണ്ടായതായി ആരെങ്കിലും പറഞ്ഞതായോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞതായോ എന്തെങ്കിലും ഒരു വിവരം ഉണ്ടോ, അല്ലെങ്കിൽ ഇത് മാത്രമായിരുന്നു ഉദ്ദേശം? ഡാനി, നിലവിൽ ഇപ്പോൾ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു സൂചനകളൊന്നും തന്നെ പോലീസ് നൽകുന്നില്ല. ആഭരണങ്ങൾക്ക് അവർക്ക് അല്ലെങ്കിൽ അതായത് ആ പണം കൈക്കലാക്കുക, അവരുടെ സ്വത്ത് കൈക്കലാക്കുക എന്നതൊരു കാര്യങ്ങൾ തന്നെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. നേരത്തെ ശരണ്യ പറഞ്ഞ പോലെ സ്ഥിരം മദ്യപാനികളായ ഒരു 2 പേരായിരുന്നു ഈ ഷർമിളയും മാത്യൂസും എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കിടയിൽ ഏതെങ്കിലും രീതിയിലൊരു വഴക്ക് രൂപപ്പെട്ടിട്ടുണ്ടോ? അവരെ വളരെ അസുഖബാധിതയായ ഒരു സ്ത്രീ അവരെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാരണത്തിലേക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മാത്യൂസിന്റെ അയാളുടെ ഒരു കഴിഞ്ഞ കാലം അതെങ്ങനെയായിരുന്നു, ഏതെങ്കിലും രീതിയിലുള്ള ഒരു കുറ്റവാളി സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു, പ്രകടിപ്പിച്ചിരുന്നോ, ഏതെങ്കിലും രീതിയിൽ ക്രൈം രജിസ്റ്റർ ചെയ്തിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം വീട്ടുവഴക്കുണ്ടായിരുന്നു, അത് സംബന്ധിച്ച് 2 പേരും തമ്മിൽ വഴക്കടിക്കുന്ന കാര്യങ്ങളുമെല്ലാം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഇവർക്ക് ഇടയിൽ തന്നെ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറെ ആരെങ്കിലും ഇവർക്ക് ഇടയിൽ ഉണ്ടായിരുന്നോ എന്നത് അതിനുള്ളൊരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൂടി പോലീസ് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാലും വൈകാതെ പ്രതികളിലേക്ക് ചെന്നെത്താൻ കഴിയും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് കടവന്ത്രയിലടക്കം ഇവരെ കുറിച്ച്, മറ്റു സുഭദ്രയെ കുറിച്ച് മറ്റു രീതികളിലൊന്നും തന്നെയും ആർക്കും പരാതിയില്ല. എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ ഇടപെടുന്ന ഒരു ആളായിട്ടാണ് സുഭദ്രയെ തന്നെ എല്ലാവരും തന്നെ വിശേഷിപ്പിക്കുന്നത്. ചില സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതൊരിക്കലും ഒരു അസ്വാരസ്യങ്ങളിലേക്കോ വഴക്കുകളിലേക്കോ ചെന്നെത്താവുന്നതല്ല എന്നും ആളുകൾ തന്നെ, പരിസരവാസികൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മറ്റ് കാരണങ്ങളൊന്നും പ്രാദേശികമായ, പ്രത്യേകിച്ച് എറണാകുളത്ത് നിന്ന് കടവന്ത്രയിൽ നിന്ന് അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഷർമിളയും മാത്യൂസും തമ്മിലുള്ള ഒരു സൗഹൃദം ഇവർക്ക് ഒരു ചതിക്കുഴിയിലേക്ക് നീക്കുകയായിരുന്നു എന്നത് തന്നെയാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ അനുമാനം.
ശരി, നന്ദി ഡാനി. ഞാൻ വീണ്ടും ശരണ്യയിലേക്ക് പോവുകയാണ്. ശരണ്യ, സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, ഏറ്റവും പ്രധാനമായി ഈ കൊലപാതകം ആസൂത്രിതമാണ് എന്ന് നമുക്ക് സാഹചര്യ തെളിവുകളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ വീടിന് പുറകിൽ കുഴിയെടുത്തു വെച്ചു എന്ന് പറയുന്നതൊക്കെ കൊലപാതകം വലിയ പ്ലാൻഡ് ആയിരുന്നു എന്നതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഈ 2 പ്രതികൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ? മൂന്നാമതൊരാളുടെ സഹായം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ തരത്തിൽ എന്തെങ്കിലും ഒരു സൂചന അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടോ ശരണ്യ? നിലവിൽ അത്തരത്തിൽ മറ്റു വിവരങ്ങളൊന്നും പോലീസ് പങ്കുവെക്കുന്നില്ല. കസ്റ്റഡിയിൽ മറ്റാരും ഇല്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് അന്വേഷണ സംഘം നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ രണ്ടുപേരും തന്നെ ആക്രമണവാസന ഉള്ള ആളുകളും മാനസികമായ ആ രീതിയിലുള്ള ഒരു സ്വഭാവം, ലഹരിക്ക് അടിമപ്പെട്ട ആളുകളുമാണെന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇവർ രണ്ടുപേരും ചേർന്നാണ് എന്നുള്ളതാണ്. ഈ കുഴിയെടുത്ത ആളുകൾക്ക് പോലും അതിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കുഴിയെടുപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് നിൽക്കുന്നത്. കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള വിശദാംശങ്ങൾ ഈ പ്രതികളിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ അന്വേഷണ സംഘത്തിന് ലഭ്യമാവുകയുള്ളൂ എന്ന് തന്നെയാണ്. എന്തായാലും വേളാങ്കണ്ണി അടക്കമുള്ള ഇടങ്ങളിൽ പ്രതികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഭവ്യ, ശരണ്യ, ഒരു കാര്യം കൂടി, പ്രതികളിൽ ഒരാൾ കർണാടക സ്വദേശിനിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അവർ അങ്ങോട്ട് ഇപ്പോൾ അന്വേഷണം വേളാങ്കണ്ണി കേന്ദ്രീകരിച്ചെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് കടക്കാനുള്ളൊരു സാധ്യത എത്രമാത്രമുണ്ട്? അവിടുത്തെ ആളുകൾ ഒരുപക്ഷെ ഇവിടുത്തെ വാർത്തകളും വിവരങ്ങളും ഒന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് സഹായം ലഭിക്കാനുള്ളൊരു സാധ്യത കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ടോ ഇപ്പോൾ? ഇവരുടെ സ്ഥലം മംഗലാപുരമാണ്. മംഗലാപുരം ഉടുപ്പി സ്വദേശിനിയാണ് ഈ ഷർമിള. അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനത്ത് ഇവരുടെ മറ്റു ബന്ധങ്ങളെക്കുറിച്ച്, കാരണം ഇവർ ഇവിടെ ആലപ്പുഴയിൽ വിവാഹം ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ പറഞ്ഞത് താൻ അനാഥത്വമാണ്, തനിക്ക് മറ്റ് ബന്ധുക്കൾ ആരുമില്ല, അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയി എന്നുള്ള രീതിയിലാണ്. പക്ഷെ പിന്നീട് ഉടുപ്പിയുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഇപ്പോൾ അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിരന്തരം ആരാധനാലയങ്ങളിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഷർമിളയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ കാര്യങ്ങൾ നിഗൂഢമാണ് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. അന്വേഷണ സംഘത്തിന് ഇവിടെ ഇപ്പോൾ ഉടുപ്പിയിലും ഒപ്പം തന്നെ വേളാങ്കണ്ണിയിലും പോലീസ് ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മറ്റിടങ്ങളിലേക്ക് ഇവർ പോയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും കടവന്ത്രയിൽ നിന്നും മണ്ണഞ്ചേരിയിൽ നിന്നുമുള്ള ആലപ്പുഴയിൽ നിന്നുമുള്ള 2 ടീമാണ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഒരുപാട് കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ചുരുളഴിയേണ്ടതുണ്ട്. ഇത്രമാത്രം ചേർത്ത് പിടിച്ച, ഇത്രമാത്രം വിശ്വസിച്ച ഒരാളെ, ഒരു വയോധികി എന്തിനു വേണ്ടിയാണ് ഈ പ്രതികൾ ഇത്രമാത്രം വലിയ ക്രൂര കൊലപാതകം ചെയ്തത് എന്നുള്ള കാര്യം അറിയണം. ഇവർക്ക് മറ്റാരെങ്കിലും സഹായമുണ്ടായിരുന്നു? എത്രയും വേഗം പോലീസിന് ഈ പ്രതികളിലേക്ക് എത്താൻ സാധിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടതായാലും. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനും ഒപ്പം കൊച്ചിയിൽ നിന്ന് ഡാനി പോളുമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം മറ്റ് പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എത്താം. സ്പോട്ട് ലൈവിൽ ഒരു ഇടവേള. തിരികെ സ്പോട്ട് ലൈവിലേക്ക്. വിവാദങ്ങൾക്കിടെ പി ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ വീണ്ടും രംഗത്ത്. ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ട ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചെന്ന് PV അൻവർ പറഞ്ഞു. അതിന് പിന്നിൽ പി ശശിയും അജിത് കുമാറുമാണ്. വിശ്വസ്തർ മുഖ്യമന്ത്രിയെ ചതിച്ചെന്നും അത് തിരിച്ചറിയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ തിരുത്തുമെന്നും PV അൻവർ പ്രതികരിച്ചു. RSSന്റെ നേതാവിനെ ADGP അജിത് കുമാർ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് ആ സമയത്ത് തന്നെ നൽകിയിരുന്നെന്നും എന്നിട്ടും എന്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ നടപടിയെടുക്കാതിരുന്നത് എന്നും കഴിഞ്ഞ ഒരു 3-4 ദിവസമായി സംസ്ഥാനത്ത് ചർച്ചയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ കുറ്റപ്പെടുത്തലുകളുമാണ് ഇപ്പോഴും TV ചാനലിൽ അറിയുന്നത്. നിങ്ങൾ അറിയേണ്ടത്, ഈ കേസുമായുള്ള ബന്ധപ്പെട്ട എന്റെ അന്വേഷണത്തിൽ കൃത്യമായ ഉത്തരവാദിത്തമുള്ള ഈ നാടിന്റെ നന്മ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഇന്റലിജൻസ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2ാമത് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് ആ വിവരം അറിയുന്നത്. പൂഴ്ത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം.
ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടരുത് എന്ന് ഉദ്ദേശിച്ച ADGP അജിത് കുമാറും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരിക്കും അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് പോലീസ് അട്ടിമറിച്ചെന്ന് PV അൻവർ ആരോപിച്ചു. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് ശ്രമം നടത്തി, എന്നാൽ മുഖ്യമന്ത്രി ഇടപെട്ടാണ് പ്രതികളെ പിടിച്ചതെന്നും പോലീസിലെ RSS സംഘം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുവെന്നും PV അൻവർ ആരോപിച്ചു. എക്കാലത്തും മതേതര നിലപാടിനോടൊപ്പം നിന്ന കേരളത്തിലെ വളരെ പ്രശസ്തനായ സ്വാമിയാണ് സന്ദീപാനന്ദഗിരി. നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ആ ശബരിമല വിഷയത്തിൽ അദ്ദേഹം എടുത്ത സുപ്രീം കോടതി വിധിക്ക് അനുകൂലമായി എടുത്ത നിലപാട്, ഗവൺമെന്റ് എടുത്ത ആ നിലപാട്, അതിനെ അംഗീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് രംഗത്ത് വന്നിരുന്നു. നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആശ്രമം കത്തിക്കുന്ന വലിയൊരു സംഭവം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് നടത്തിയ ഈ ഗവൺമെന്റിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ വളരെ ബുദ്ധിപരമായ നീക്കവും അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് മറ്റൊരു അന്വേഷണ സംഘത്തെ നിയമിച്ച് ആ പ്രതികളെ, അതിന് നേതൃത്വം നൽകിയ പ്രതികളെ ആയ RSSകാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. CV അനുമോദ് ചേർന്നു കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഈ RSS വിരുദ്ധ പോരാട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധതയെക്കുറിച്ച് ഇന്നലെ പ്രസംഗിച്ച മുഖ്യമന്ത്രി ഇന്ന് സ്വീകരിക്കുന്ന നിലപാട് മുന്നണിക്കും പാർട്ടിക്കും സർക്കാരിനും നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേ ഘട്ടത്തിലാണ് ഈ വിവാദങ്ങൾക്കിടെ P ശശിക്കും ADGP MR അജിത് കുമാർ എന്നിവരെ കൂടുതൽ ഗുരുതര ആരോപണവുമായി PV അൻവർ MLA തന്നെ വീണ്ടും രംഗത്തു വരുന്ന സാഹചര്യമുള്ളത്. ഇതൊക്കെ വലിയ കുരുക്കിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും ഇന്നത്തെ PV അൻവറിന്റെ ആരോപണം? PV അൻവർ മുൻപുന്നയിച്ച ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ അത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകൾ സഹിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. ആദ്യം അദ്ദേഹം പറഞ്ഞത് RSS ADGP കൂടിക്കാഴ്ചയെക്കുറിച്ചാണ്. ഇക്കാര്യം നേരത്തെ തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തെങ്കിലും ആ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയായിരുന്നു. അത് ADGP MR അജിത് കുമാറും അദ്ദേഹത്തിന്റെ മുകളിലുള്ള P ശശിയും ചേർന്നാണ്. കാരണം ഇത് മുഖ്യമന്ത്രി അറിയാതിരിക്കാൻ അവർ ഗൂഢാലോചന നടത്തി എന്നായിരുന്നു അൻവർ ആരോപിച്ചത്. ഈ കൂടിക്കാഴ്ച മുഖ്യമന്ത്രി അറിയാതിരിക്കാൻ P ശശി കൂട്ടുനിന്നു എന്ന ഒരു വലിയ ആക്ഷേപമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്. രണ്ടാമതായിട്ട് ഈ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് അത് അട്ടിമറിക്കാൻ പോലീസിലെ RSS ബന്ധമുള്ളവർ ശ്രമിച്ചു എന്ന വലിയ ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം ആ കേസ് രണ്ടാമത് അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് സഹിതമാണ് ഈ ഒരു വിഷയത്തിലേക്ക് വന്നത്. അതായത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്ന് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിൽ ഒരു റീത്ത് എഴുതി വെച്ചിരുന്നു. PK ഷിബുവിന് ആദരാഞ്ജലികൾ എന്ന് എഴുതി കൈപ്പടയിൽ എഴുതിയ ഒരു റീത്ത് ഉണ്ടായിരുന്നു. ആ റീത്ത് കോടതിയിൽ തെളിവുകളുടെ കൂട്ടത്തിൽ ഹാജരാക്കിയെങ്കിലും അത് തിരിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. പക്ഷേ അതിൽ ആ കൈപ്പടയുള്ള ആ ഒരു എഴുത്ത് അത് തെളിവുകളുടെ പട്ടികയിൽ നിന്നും കാണാതെയായി. അത് കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ ഒരു തരത്തിൽ കൈയക്ഷര പരിശോധനയിൽ പ്രതികളെ കണ്ടെത്താൻ കഴിയുമായിരുന്നു. അതുപോലെ രണ്ടാമതായിട്ട് ഈ ഒരു കേസിൽ ഉൾപ്പെട്ടു അല്ലെങ്കിൽ ഈ സന്ദീപാനന്ദഗിരി ആരോപിക്കുന്ന അല്ലെങ്കിൽ പരാതിയിൽ പറഞ്ഞ ആളുകളുടെ ഒന്നും ഫോൺ രേഖകൾ പരിശോധിക്കുവാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് മുൻപ് മാർച്ച് നടത്തിയവരുടെ വിശദാംശങ്ങൾ നൽകിയിരുന്നു. പക്ഷെ അവരുടെ ഫോൺ രേഖകൾ ഈ പോലീസ് കൃത്യമായി അന്വേഷിച്ചില്ല, കണ്ടെത്തിയില്ല, രേഖപ്പെടുത്തിയില്ല. അതിനു പകരം IP ബിനുവിന്റെയും കാരായ രാജന്റെയും ഒക്കെ ഫോൺ രേഖകൾ ഈ ഒരു സംഘം ഇതിനുവേണ്ടി ഉപയോഗിച്ചു അല്ലെങ്കിൽ ശേഖരിച്ചു എന്ന മറ്റൊരു ഗുരുതരമായ ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മൂന്നാമതായിട്ട് ഈ അന്വേഷണ സംഘം CCTV ദൃശ്യങ്ങൾ, അതിൽ പലതും ഉൾപ്പെട്ട CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിൽ പിഴവ് വരുത്തിയെന്നും പറയുന്നു. അതായത് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ സഹായിക്കുമായിരുന്ന തെളിവുകളൊന്നും തന്നെ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയില്ല, അത് അട്ടിമറിക്കപ്പെടുകയായിരുന്നു. ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ട ഈ വിവരം ഉള്ള, അതായത് ഈ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്ന
ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ റിപ്പോർട്ട് പോലും ADGPയും പി ശശിയും പൂഴ്ത്തി എന്നും മറ്റൊരു ഗുരുതര ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അതായത് പി ശശി അദ്ദേഹത്തിന്റെ കടമ നിർവഹിക്കുന്നില്ല, അദ്ദേഹത്തെ പാർട്ടി ഏൽപ്പിച്ചത് പൊളിറ്റിക്കൽ അവിടെയാണ് ഒരു സംശയം വരുന്നത്. അങ്ങനെ പൂഴ്ത്തിവെക്കാൻ സാധിക്കുമോ ഇന്റലിജൻസിന്? കാരണം ഇന്റലിജൻസ് റിപ്പോർട്ട് കൃത്യമായി ഓരോ ദിവസവും ഇന്റലിജൻസ് മേധാവി മുഖ്യമന്ത്രി അന്നൊന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നതാണ്. ആ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഏറ്റവും പ്രധാനമായി ക്രമസമാധാന ചുമതലയിരിക്കുന്ന ഒരു ADGP RSS നേതാക്കളെ കണ്ടു എന്നുള്ള ആ ഒരു റിപ്പോർട്ട് അങ്ങനെ പൂഴ്ത്തിവെക്കാൻ സാധിക്കുമോ ഇന്റലിജൻസ് മേധാവിക്ക്? അങ്ങനെയാണെങ്കിൽ അന്വേഷണം അദ്ദേഹത്തിനും വേണ്ടതല്ലേ? അത് എത്രമാത്രം ശരിയായിരിക്കും PV അൻവറിന്റെ ആ ഒരു ആരോപണം? അൻവർ ആരോപിക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ വിശ്വാസത്തിൽ താൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഞാൻ ഇങ്ങനെയാണ് ഈ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്, എന്റെ കാഴ്ചപ്പാടിൽ ഇതിങ്ങനെയാണ് എന്നാണ് അൻവർ പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ ADGP കൂടിക്കാഴ്ച, അതേപോലെ തന്നെ ഈ സന്ദീപ് അനന്തഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ പോലീസിന് വീഴ്ച വന്നു എന്നുള്ള ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്, ഈ രണ്ട് കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്തിയിട്ടില്ല. അതെന്തുകൊണ്ട് എത്തിയിട്ടില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് ADGPയും അതേപോലെ അദ്ദേഹത്തിന്റെ മുകളിലുള്ള പി ശശിയും ചേർന്ന് ഇത് മുഖ്യമന്ത്രിയുടെ അടുത്ത് എത്താതിരിക്കാൻ വേണ്ട നടപടി എടുത്തു, അല്ലെങ്കിൽ മറച്ചു വെച്ചു എന്നുള്ളതാണ്. അത് കൃത്യമായ താൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഭവ്യ ചോദിച്ചതുപോലെ അതിന് പല ചോദ്യങ്ങൾ ഉയരും. പക്ഷെ അൻവറിന്റെ വേർഷൻ അല്ലെങ്കിൽ അൻവറിന്റെ ആരോപണം ഇപ്രകാരമാണ്. കൃത്യമായിട്ടും അതിന് രാഷ്ട്രീയമായിട്ട് അതിന് മറുപടി പറയേണ്ടത് പി ശശിയാണ്. കാരണം പാർട്ടി ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തം, അത് പോലീസിലെ ഇത്തരം നീക്കങ്ങൾ കണ്ടറിഞ്ഞ് അത് മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുവാനും അതിനുവേണ്ട നടപടി സ്വീകരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് പി ശശി. അദ്ദേഹത്തിന്റെ കടമ ചെയ്യുന്നില്ല, ഉത്തരവാദിത്തം മറന്നു എന്ന ഗുരുതരമായ ആക്ഷേപമാണ് പി ശശിക്കെതിരെ PV അൻവർ വീണ്ടും ഉന്നയിക്കുന്നത്. അൻവറിന് ശശിക്കെതിരെ പരാതി എഴുതി നൽകിയില്ലെങ്കിൽ പോലും, പരാതിയിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ചില്ലെങ്കിൽ പോലും, ഇത്തരത്തിൽ ADGPയെ സംരക്ഷിക്കുന്ന RSSന് സഹായകരമാകുന്ന നിലപാടുകൾ ശശി സ്വീകരിക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആക്ഷേപം അദ്ദേഹം വീണ്ടും ഉന്നയിക്കുകയാണ്. അതിന് അദ്ദേഹം ഇത്തവണ രണ്ട് കാര്യങ്ങൾ, ഈ ADGP RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച, അതേപോലെ സന്ദീപ് അനന്തഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിന്റെ രഹസ്യ അന്വേഷണത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ട്, ഇത് രണ്ടും പൂഴ്ത്തിവെക്കുകയായിരുന്നു എന്ന ഗുരുതരമായ ആക്ഷേപം അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതിന് രാഷ്ട്രീയമായിട്ട് മറുപടി പറയേണ്ടത് ഇനി രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരാണ്. പക്ഷേ അൻവർ തന്റെ ആക്ഷേപങ്ങളിൽ, ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ADGPക്കെതിരെ വേറെ വേഗം നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. അതാണ് പ്രധാനം. ഏറ്റവും പ്രധാനമായി ഈ സർക്കാരിനെ ഉലച്ച വിവാദങ്ങളുടെ ഒക്കെ തുടക്കം മലപ്പുറത്ത് നിന്നാണ്. ആ മലപ്പുറം പോലീസിൽ ഇന്ന് കൂട്ട മാറ്റമുണ്ടായിരുന്നു. പോലീസിന് തലപ്പത്ത് അവിടെ മാറ്റമുണ്ടായി. ആ അഴിച്ചുപണി ADGPയിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഏറ്റവും അൻവർ തന്നെ മാറ്റിയേ മതിയാകൂ ADGPയെ, ക്രമസമാധാന ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയേ മതിയാകൂ, മാറ്റുമെന്നുള്ളൊരു ഉറപ്പ് പറ. അത്രമാത്രം സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നൊരു മാറ്റമുണ്ടാകുമെന്നതിൽ നമ്മൾ പ്രതീക്ഷിക്കണമോ അനുമോദ? ഈ ഒരു ചോദ്യം തന്നെയാണ് നമ്മൾ വാർത്താ സമ്മേളനത്തിനിടെ അൻവറിനോട് വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് താൻ അങ്ങനെ കരുതുന്നു. ഈ നിലവിലെ താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും അനുകൂലമായ ഒരു സമീപനം ഉണ്ടായി. ഒരു IPS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു, മറ്റൊരു IPS ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി, ആക്ഷേപം ഉന്നയിച്ച DYSPമാർ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. ഇത് നടപടികളുടെ എല്ലാം തുടർച്ചയാണ്, ഇതിലേക്ക് എത്തും. അതായത് ADGPക്ക് എതിരെ കർശന നടപടി വരും എന്ന് തന്നെ താൻ വിശ്വസിക്കുന്നു. നിലവിൽ താൻ ഈ വിഷയത്തിൽ സംതൃപ്തനാണ് എന്നാണ് PV അൻവർ പറഞ്ഞത്. അതായത് താൻ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അത് സർക്കാർ വളരെ ഗൗരവത്തിൽ എടുത്തിരിക്കുന്നു എന്നതിന്റെ ഒരു ആശ്വാസവും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പങ്കുവച്ചു. എല്ലാം പടിപടിയായേ എത്തൂ എന്ന് അൻവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഒരുപക്ഷെ ഇപ്പോൾ ആ സമ്മർദ്ദം, അതായത് ADGPക്കെതിരെ നടപടിയെടുക്കാനുള്ള സമ്മർദ്ദം, അത് ഈ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ രണ്ട് കാര്യങ്ങളും കൂടി വരുമ്പോൾ ആ സമ്മർദ്ദം കുറെ കൂടി ശക്തമാകും. അങ്ങനെ ADGPക്കെതിരെ നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് PV അൻവർ MLA പങ്കുവെക്കുന്നത്. ഭവ്യ. ശരി, CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് സ്പോട്ട് ലൈവ് എത്തും. അതിനു മുൻപൊരു ഇടവേള. തീർപ്പാണോ? സ്പോട്ട്ലൈറ്റ് വീണ്ടും പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആ വയോധികയുടെ ക്രൂര കൊലപാതകത്തിന്റെ വാർത്തയിലേക്ക് തന്നെയാണ്. ആലപ്പുഴയിലെ വയോധികയുടേത് ക്രൂരമായ കൊലപാതകമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശരീരത്തിലെ ഇരുഭാഗത്തെയും വാരിയെല്ലുകൾ തകർന്നിട്ടുണ്ട്. കഴുത്തിലെ അസ്ഥി പൊട്ടിയ നിലയിലാണെന്നും ഇടത് കൈയിലും ഒടിവുണ്ടെന്നും റിപ്പോർട്ടിൽ.
ശരണ്യ സ്നേഹജൻ ചേരുന്നു വിവരങ്ങളുമായി. ശരണ്യ, ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു അതിക്രൂരമായ കൊലപാതകമാണ് നടന്നതെന്ന്. കാരണം ശരീരത്തിലെ ഇരുഭാഗത്തെയും വാരിയലുകൾ തകർന്നു എന്ന് പറയുന്നു, കഴുത്തിലെ അസ്ഥി പൊട്ടിയെന്ന് പറയുന്നു, ഇടതു കൈയിലും ഒടിവുണ്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ മാരകമായ പരുക്കുകൾ അവർക്ക് പറ്റിയിട്ടുണ്ട്. കൊലപാതകത്തിന് മുൻപ് അതിക്രൂരമായ പീഡനം സഹിക്കേണ്ടി വന്നു ആ വയോധികയ്ക്ക് എന്നല്ലേ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും ഭവ്യ, ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി 1 മാസത്തിനു ശേഷം ലഭ്യമായ മൃതദേഹം എന്നത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജീർണാവസ്ഥയിലുള്ള മൃതശരീരത്തിൽ നിന്നും മറ്റ് തെളിവുകൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ള ഒരു സങ്കീർണത നിലനിന്നിരുന്നു. എന്നാൽ അതിനുമൊക്കെ അപ്പുറത്തേക്ക് അതിക്രൂരമായ ഒരു കൊലപാതകമാണ് നടന്നതെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങളിലാണ് ഇത്തരത്തിൽ ഉള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് ശരീരത്തിന്റെ വയോധികയുടെ 73-കാരിയുടെ ശരീരത്തിന്റെ 2 ഭാഗത്തുമുള്ള വാരിയെല്ലുകൾ പൂർണ്ണമായി തകർന്ന നിലയിൽ, ഒടിഞ്ഞ നിലയിലായിരുന്നു എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒപ്പം തന്നെ കഴുത്തിലെ അസ്ഥി ഒടിഞ്ഞിട്ടുണ്ട്. ഒപ്പം തൈറോയിഡിന്റെ കാറ്റ്ലേജ്, അതായത് സരണാസ്ഥികളൊക്കെ തന്നെ തകർന്ന നിലയിലായിരുന്നു എന്നുള്ള വിവരവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പ്രാഥമിക റിപ്പോർട്ടിൽ ഫോറൻസിക് സർജൻമാർ ഇപ്പോൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇടത് കൈ ഒടിഞ്ഞ നിലയിലായിരുന്നു എന്നുള്ളതാണ്. മരണശേഷം ഈ കൈ ഒടിച്ചതാണ് എന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ. ഒടിച്ച് പിന്നോട്ട് കെട്ടിയ നിലയിലായിരുന്നു ഇടത് കൈ എന്നുള്ളതാണ്. ഈ സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് ചരിഞ്ഞായിരുന്നു ഇവർ കിടന്നിരുന്നത്. ആ രീതിയിൽ ശരീരം കെട്ടി വരിഞ്ഞ്, അതായത് സൗകര്യാർത്ഥം അവരുടെ ശരീരം ഒതുക്കുന്നതിന് വേണ്ടി ശരീരഭാഗങ്ങൾ ഒടിച്ചിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളുമൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് ആലപ്പുഴയിൽ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ശക്തമായ ചവിട്ട് നെഞ്ചിലേറ്റതോ അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതോ അടക്കമുള്ള കാര്യങ്ങൾ ഉള്ള സംശയങ്ങളുണ്ട്. പക്ഷേ നമുക്കറിയാം, മൃതശരീരം 1 മാസം കഴിഞ്ഞാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരീരത്തിലുള്ള മാംസത്തിൽ നിന്ന് മാത്രം ചതവുകളോ കാര്യങ്ങളോ ഒക്കെ പരിശോധിക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷേ ശാസ്ത്രീയമായ പരിശോധനകളിലേക്ക് ഇത് വിധേയമാക്കുകയാണെങ്കിൽ കൂടുതൽ തെളിവുകൾ കണ്ടെത്താനാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഫോറൻസിക് വിഭാഗവും. അതുകൊണ്ട് തന്നെ ആന്തരിക അവയവങ്ങളൊക്കെ തന്നെയും പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിക്രൂരമായ പീഡനത്തിന് ഇരയായ ശേഷമാണ് ഇവർ മരണത്തിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ ശരീരത്തിൽ ജീവനോടെയുള്ള ഘട്ടത്തിൽ തന്നെ ശരീരത്തിന്റെ 2 ഭാഗങ്ങളിലുമുള്ള വാരിയെല്ലുകൾ ഒടിയുന്ന രീതിയിൽ അവരുടെ ശരീരത്തിൽ മർദ്ദനമോ ചവിട്ടോ ഏറ്റിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ചവിട്ടാണോ അതോ ആ രീതിയിലുള്ള ഒടിവുകളാണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കണ്ടെത്താൻ ഈ പറഞ്ഞ പോലെയുള്ള ഈ 1 മാസത്തെ ശേഷമുള്ള ആ ജീർണതയിൽ ചില പ്രതിസന്ധികളുണ്ട്. പക്ഷെ അതും തെളിയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നുണ്ട്. നമുക്കറിയാം, കേരളത്തെ ആകെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. വർഷങ്ങളായി വിശ്വസിച്ച് കൂടെ നിന്ന 2 പേർ ചേർന്ന് വയോധികയായ ഒരു സ്ത്രീയെ 73-കാരിയെ ആലപ്പുഴയിൽ എത്തിച്ച് കൊലപ്പെടുത്തിയെന്നുള്ളത്. സുഭദ്രയുടെ CCTV ദൃശ്യങ്ങളടക്കം ഈ സ്ത്രീയെ ഈ ഷർമിള എന്ന ഈ കേസിലെ മുഖ്യപ്രതിയായ ഷർമിളയും മാത്യുവും ചേർന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുന്ന CCTV ദൃശ്യങ്ങളടക്കമുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു. അന്വേഷണ സംഘം, കടവന്ത്രയിൽ നിന്നുള്ള അന്വേഷണ സംഘവും ആലപ്പുഴ ടീമിന് ഇത് കൈമാറുകയും ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിച്ചു വരുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള 2 അംഗ സംഘം പ്രതികളുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നുമുള്ള ടീം ഇപ്പോൾ ഇവിടെ വേളാങ്കണ്ണിയിലും ഒപ്പം ഇവരുടെ സ്വന്തം സ്വദേശമായ മംഗലാപുരത്തും ഒക്കെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ തന്നെ നമ്മൾ രാവിലെ കണ്ടതുപോലെ ആ മാത്യുവിന്റെ അമ്മ വെളിപ്പെടുത്തിയതുപോലെ അതിക്രൂരമായ ആളുകളാണ് ഇവർ എന്നുള്ളത്. അതായത് പ്രത്യേകിച്ച് ഷർമിള മദ്യപിച്ചതിന് ശേഷം അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും തനിക്ക് ഭയമാണ് എന്നാണ് മാത്യുവിന്റെ അമ്മ പറഞ്ഞത്. അവർ കണ്ണീരോടെ പറഞ്ഞത് പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണം, തന്റെ മകൻ അതിൽ പങ്കാളിയാണെങ്കിൽ മകൻ ഉൾപ്പെടെ നൽകണം എന്നുള്ള കാര്യമാണ് ആ കുടുംബം വ്യക്തമാക്കിയത്. അവർ പറഞ്ഞ വാക്കുകളുടെ അതേ തീവ്രത തന്നെയാണ് ഈ മരണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ രീതിയിൽ ക്രൂരമായ മർദ്ദനത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനങ്ങൾക്ക്, ശാരീരികമായ മർദ്ദനങ്ങൾക്ക് ഇരയായ ശേഷമാണ് ആ വയോധിക കൊല്ലപ്പെട്ടത് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരങ്ങളും പുറത്തേക്ക് വരുന്നതനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.
ഭാഗത്തിന്റെയും ശരീരത്തിന്റെ രണ്ട് ഭാഗത്തിന്റെയും വാരിയെല്ലുകളെ തകർക്കുന്ന രീതിയിൽ ഉള്ള മർദ്ദനം അവർ ഏറ്റിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ കൊലപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു കരുതിക്കൂട്ടിയുള്ള, നേരത്തെ പോലീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു അടക്കമുള്ള ആളുകൾ അക്കാര്യം വ്യക്തമാക്കിയിരുന്നു. പ്രത്യേകിച്ച് ഈ മരണം അല്ലെങ്കിൽ ഇത്തരം ഈ മരണം സംഭവിച്ചുവെന്ന് പോലീസ് കണക്ക് കൂട്ടുന്ന 7 or 8 തീയതികളിലായി ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും മരണം സംഭവിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ ദിവസങ്ങളിൽ ഇവർ ക്രൂരമായ പീഡനത്തിന്, ശാരീരിക മർദ്ദനമേറ്റതിനു ശേഷം ഇവരെ കൊലപ്പെടുത്താൻ തീരുമാനിച്ച് അവരെ കരുതിക്കൂട്ടി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം തന്നെയാണ് ആ രീതിയിൽ ശരീരം മറവ് ചെയ്തത് എന്നുള്ള കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിക്രൂരമായ ശാരീരിക മർദ്ദനങ്ങൾക്ക് വിധേയായ ശേഷമാണ് 73-കാരിയായ സുഭദ്ര മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഭവ്യ, അതാണ് വയോധികയുടേത് അതിക്രൂര കൊലപാതകം. ശരീരത്തിന്റെ 2 ഭാഗത്തെയും വാരിയെല്ലുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കഴുത്ത്, കൈ എന്നിവ ഒടിഞ്ഞ നിലയിലാണെന്നും പോസ്റ്റ്മോർട്ടത്തിൽ പറയുന്നു. പോസ്റ്റ്മോർട്ടത്തിന്റെ വിശദാംശങ്ങൾ ന്യൂസ് 18 ലഭിച്ചത്. കൈ ഒടിഞ്ഞത് കൊലപാതക ശേഷമെന്നും നിഗമനമുണ്ട്. ഇടതു കൈ ഒടിച്ച് പിന്നിലേക്ക് വലിച്ചു കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിക്രൂരമായ കൊലപാതകമാണ് എന്ന് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ശരണ്യ സ്നേഹജനാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. സ്പോട്ട് ലൈവിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കുന്നു. പീഡനാരോപണത്തിൽ സിനിമാ മേഖലയെ സംശയിച്ച നിവിൻ പോളി. ബലാത്സംഗ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് ADGPക്ക് നിവിൻ പോളി പരാതി നൽകി. സിനിമാ മേഖലയിൽ നിന്നുള്ള നീക്കമാണോ എന്ന് സംശയമുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നു. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു. രേവതി, ബീന പോൾ, റിമ കല്ലിങ്കൽ, ദീദി ദാമോദരൻ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നിലവിലെ SIT അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് അംഗങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. മൊഴി നൽകിയ സ്ത്രീകളുടെ പേരുകൾ ഒരു തരത്തിലും പുറത്തു പോകരുതെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം WCC അറിയിച്ചു. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഏറ്റവും പ്രധാനമായി ആദ്യം നമുക്ക് നിവിൻ പോളിയുടെ വിഷയം പരിശോധിക്കുകയാണെങ്കിൽ നിവിൻ പോളി പറയുന്നു സിനിമാ മേഖലയിൽ തന്നെയാണ് തനിക്ക് ശത്രുക്കളുള്ളത്, അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആയിരിക്കും ഈ ഒരു ആരോപണത്തിന്, ഈ ബലാത്സംഗ പരാതിക്ക് പിന്നിലുള്ളവർ പ്രവർത്തിച്ചത് എന്ന് നിവിൻ പോളി പറയുന്നു. അതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് അദ്ദേഹം സംശയിക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ക്രൈംബ്രാഞ്ച് ADGPക്ക് അദ്ദേഹം പരാതി നൽകിയത്. എന്തൊക്കെയാണ് പ്രധാനമായും ഈ പരാതിയിൽ പറയുന്നത്? ഈ സിനിമാ മേഖലയിലേക്ക് തന്നെ അദ്ദേഹത്തിന്റെ സംശയം നിലാനുള്ള കാരണം എന്തെങ്കിലും പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ടോ? ഈ നിവിൻ പോളിയുമായി ബന്ധപ്പെട്ട പീഡന പരാതി ഉയർന്ന പശ്ചാത്തലം മുതൽ ഈ ആരോപണം ഉന്നയിച്ച യുവതി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ തീയതി, അതോടൊപ്പം ഈ സംഭവ സ്ഥലം ഉണ്ടായ, അതായത് നേരിട്ട പീഡനം അല്ലെങ്കിൽ നേരിട്ട മർദ്ദനം, ഇതുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായ രീതിയിൽ സംസാരിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു ആദ്യഘട്ടം മുതലുണ്ടായത്. പിന്നീട് ഈ തീയതി മാറിപ്പോയതാണെന്ന വിശദീകരണവുമായി അവർ തന്നെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഉപദ്രവിച്ചുവെന്ന് ആദ്യം പറയുന്നു, പിന്നീട് ലൈംഗികമായി നടന്ന അതിക്രമം അത് തന്നെയാണ് ഉപദ്രവം എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് എന്ന വിശദീകരണവുമായി അവർ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം. അതിനിടയിലാണ് നിവിൻ പോളിക്ക് പിന്തുണയുമായി വിനീത് ശ്രീനിവാസൻ എത്തുന്നത്. സ്വാഭാവികമായി പിന്നീടത് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വിശദമാക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് നിവിൻ പോളി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേശന് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൈമാറുന്നത്. നേരിട്ട് തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ള ഒരു ഗൂഢാലോചനയാണ്, ഒരു കോൺസ്പിറസിയാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ. അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തണമെന്ന് നമുക്കറിയാം. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്ന വിവാദങ്ങളിൽ നടന്മാർക്കിടയിൽ തന്നെ 2 ചേരികളുണ്ടായിരുന്നു. അതിൽ പ്രമുഖ നടന്മാരുടെ ഒരു നിര, അതിന് താഴെ യുവനടന്മാരുടെ 2ാം നിരയിൽ മുഖ്യസ്ഥാനത്തുണ്ടായിരുന്നയാളാണ്, നായകന്മാരിൽ മുഖ്യസ്ഥാനത്തുണ്ടായിരുന്നയാളാണ് നിവിൻ പോളി. സ്വാഭാവികമായി ആദ്യ നിരയ്ക്കെതിരെ മുഴുവൻ ആരോപണങ്ങൾ ഉയരുകയും സ്വാഭാവികമായി ചലച്ചിത്ര മേഖല തന്നെ പ്രതിസന്ധിയിലാകുകയും അനിശ്ചിതത്വം നേരിടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിനിടയിലാണ് നിവിൻ പോളിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ആരോപണം വരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നും അത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടത്തണമെന്നും സിനിമാ മേഖലയിൽ തന്നെ ഉൾപ്പെട്ടവരാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലെന്ന് വ്യക്തമായി നിവിൻ പോളി പരാതിയിൽ
ഊന്നി പറയുന്നുണ്ട്. സ്വാഭാവികമായി അത് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമായി മാറും. അങ്ങനെയാണെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം വൈകാതെ തന്നെ നിവിൻ പോളി നൽകിയ പരാതിയിൽ അന്വേഷണം ആരംഭിച്ചേക്കുമെന്നാണ് സൂചന. ADGP H. വെങ്കടേഷ് ഇതുമായി ബന്ധപ്പെട്ട പരാതി അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ G. സ്പർജൻ കുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് കൈമാറും. സ്വാഭാവികമായി അവർ ആദ്യഘട്ടം എന്നവണ്ണം നിവിൻ പോളിയിൽ നിന്നുമായി ബന്ധപ്പെട്ട മൊഴി രേഖപ്പെടുത്തും, പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തും. തുടർന്ന് ശാസ്ത്രീയമായ തെളിവുകളടക്കം ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, നിവിനെതിരെ ഇങ്ങനെ പരാതി ഉയരാനുണ്ടായ സാഹചര്യം എന്താണ്, ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കൂടിക്കാഴ്ചകൾ അല്ലെങ്കിൽ രഹസ്യ നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ, ഗൂഢാലോചനകളുണ്ടോ, ഈ കാര്യത്തിലേക്ക് ഒരു വ്യക്തത കൈവരികയുള്ളൂ. തീർച്ചയായും. ഇതാണ് ഒരു കാര്യം കൂടി. ഇന്ന് പ്രധാനമായും WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കാണുകയുണ്ടായി. എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർ മുഖ്യമന്ത്രിക്ക് മുൻപിൽ വെച്ചത്, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഉറപ്പ്? ഒപ്പം ഒരു കാര്യം കൂടി, ഈ SIT അന്വേഷണത്തിൽ ആശങ്കയുണ്ടെന്ന് അംഗങ്ങൾ WCC പറയുന്നു. എന്താണ് അതിനുള്ള കാരണം? ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ബംഗാളി നടി ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ തിരുവനന്തപുരത്ത് യുവനടി അമ്മയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന സിദ്ദിഖിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നു. ആദ്യഘട്ടത്തിൽ സമ്മർദ്ദമേറിയതിന് പിന്നാലെ രഞ്ജിത്ത് സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതരാകുന്നു. അത് സ്വാഭാവികമായി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ മേലും സമ്മർദ്ദമേറ്റുന്നു. അങ്ങനെ രണ്ടുപേരും സ്ഥാനം രാജിവെക്കുന്നു. തൊട്ടു പിന്നാലെ ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട് അമ്മയുടെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന 17 പേരും രാജിവെച്ചുകൊണ്ടിരുന്ന സാഹചര്യം, സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് ചലച്ചിത്ര രംഗം തന്നെ മാറുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ നോക്കിൽ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. ക്രൈംബ്രാഞ്ച് ADGPയുടെ നേതൃത്വത്തിൽ അങ്ങനെ അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. സംസ്ഥാനത്തെ തന്നെ മുതിർന്ന കുറ്റാന്വേഷണ മികവ് തെളിയിച്ച വനിതാ IPS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘം DIG പൂങ്കുഴലി, അതോടൊപ്പം തന്നെ അജിത ബീഗം ഉൾപ്പെടെയുള്ള വനിതാ ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്ന ഒരു സംഘത്തെ രൂപീകരിക്കുന്നു. അവർ ആദ്യഘട്ടത്തിൽ അന്വേഷണത്തിന് തുടക്കം കുറിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരുന്നത്. അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ M. മുകേഷിനെതിരെ ഉയർന്ന പരാതിയിൽ അവരുടെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്താനോ തുടർ നീക്കങ്ങൾ സുതാര്യമായിട്ട് നടപ്പാക്കാനോ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യമുണ്ട്. അതിന് പരിഹാരം കാണണമെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഈ യുവനടി തന്നെ പരാതിക്കാരി തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കണ്ടതാണ്. അതിനിടയിലാണ് WCC അംഗങ്ങൾ മുഖ്യമന്ത്രി എന്ന് നേരിൽ കണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ വിശദീകരിച്ചിരിക്കുന്നത്. അവരുടെ പ്രധാനപ്പെട്ട ആശങ്ക ഇതുമായി സഹകരിക്കാൻ പലരും തയ്യാറാകാതിരിക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ രേഖാമൂലം മൊഴി നൽകാനോ ഈ പരാതി പോലീസിന് കൈമാറാനോ കഴിയാതിരിക്കുന്നതിൻ്റെ സാഹചര്യം, അവരുമായി ബന്ധപ്പെട്ട സ്വകാര്യത ഹനിക്കപ്പെടും, അവർ കൂടി സമൂഹ മധ്യത്തിൽ വലിച്ചിഴക്കപ്പെടും, വലിച്ചു കീറുന്ന സാഹചര്യമുണ്ടാകും. അത് സൈബർ ഇടങ്ങളിലടക്കം വലിയ അധിക്ഷേപങ്ങൾക്ക് വഴിവെക്കും. അങ്ങനെ വേട്ടയാടലുകൾ ഭയന്നാണ് അവരിങ്ങനെ ഒരു നീക്കത്തിന് തയ്യാറാകാതെ പിൻവാങ്ങുന്നത്. അതിന് പരിഹാരം കാണാൻ, അതായത് മൊഴി നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആശങ്കയാണ് പ്രധാനമായും മുഖ്യമന്ത്രിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ WCC അംഗങ്ങൾ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ശരി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയെന്ന PV അൻവറിന്റെ ആരോപണത്തിൽ ഇടപെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്ഥിതി അതീവ ഗൗരവമേറിയതാണെന്നും സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സാഹചര്യം അസ്വസ്ഥതപ്പെടുത്തുന്നുവെന്നും രാജ്ഭവൻ വ്യക്തമാക്കി. വിഷയത്തിൽ മുഖ്യമന്ത്രിയോട് അടിയന്തര റിപ്പോർട്ട് ഗവർണർ ആവശ്യപ്പെട്ടു. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഈ പ്രധാനമായും മന്ത്രിമാരുടെ ഫോൺ ചോർത്തിയെന്ന PV അൻവറിന്റെ ആരോപണം വലിയ തരത്തിൽ നമ്മളൊക്കെ ഞെട്ടിച്ചതാണ്. ആ ആരോപണത്തിലാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ടത്. സംഭവം അതീവ ഗൗരവമെന്ന് അദ്ദേഹം പറയുന്നു. ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രിയോട് അടിയന്തര റിപ്പോർട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ആഭ്യന്തര വകുപ്പിനെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഭരണകക്ഷിയിലെ പ്രബലനായ MLA PV അൻവർ രംഗത്തുണ്ട്. സ്വാഭാവികമായി ആദ്യഘട്ടത്തിൽ അദ്ദേഹം ആരോപണം ഉന്നയിച്ചത് മലപ്പുറം SP ശശിധരൻ, അതോടൊപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ സുജിത് ദാസുമായി അദ്ദേഹം നടത്തിയ ഫോൺ സംഭാഷണം അടക്കം തെളിവായി പുറത്തുവിടുന്ന സാഹചര്യം. അതിന് തൊട്ടു പിന്നാലെ മലപ്പുറത്ത് SP മാറ്റുന്നു, സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്യുന്നു, തുടർ നീക്കങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയായിരുന്നു. പക്ഷേ ക്രമസമാധാന ചുമതലയുടെ നിറകിൽ തന്നെ തുടരുന്ന MR അജിത് കുമാറിന്റെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം എന്താ എന്നത് വലിയ തരത്തിൽ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു പശ്ചാത്തലമുണ്ട്. LDF യോഗം ഇക്കാര്യത്തിൽ ഇന്ന് ചർച്ച ചെയ്യാനിരിക്കുകയാണ്. അതിനിടയിലാണ് PV അൻവർ വീണ്ടും ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുകയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. അവിടെയാണ് കൃത്യമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്ന്, ഗവർണറുടെ രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് നിർണായകമായ ഇടപെടലുണ്ടാകുന്നത്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ മുമ്പോട്ട് വെച്ച ആരോപണങ്ങളിൽ ഒന്നായിരുന്നു മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്താൻ
ADGP MR അജിത് കുമാറിന് കീഴിൽ ഇന്റലിജൻസിന്റെ പ്രത്യേക സംവിധാനമുണ്ട്. അവർ എല്ലാ ജില്ലകളിലും MR അജിത് കുമാറിന് വേണ്ടി വഴിവിട്ട നിലയിൽ പ്രവർത്തിക്കുന്നുവെന്നൊക്കെ ആ ഗുരുതരമായ ആരോപണങ്ങളിലാണ് ഇപ്പോൾ ഗവർണറുടെ രാജ്ഭവന്റെ ഇടപെടൽ, ഗവർണറുടെ ഓഫീസിന്റെ ഇടപെടൽ. അവിടെ കൃത്യമായ അന്വേഷണം, ഫോൺ ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച റിപ്പോർട്ട് ഗവർണർക്ക് കൈമാറണമെന്ന കൃത്യമായ ഇടപെടൽ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിനു മുമ്പ് സർക്കാരുമായിട്ടുണ്ടായ വലിയ വിവാദങ്ങളിലെല്ലാം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ എടുത്ത് ശ്രദ്ധേയമായതാണ് ഗവർണറുടെ തീരുമാനങ്ങൾ. പക്ഷേ ഈ വിഷയത്തിൽ മാത്രം അദ്ദേഹം മൗനം തുടരുകയായിരുന്നു. ഇവിടെ കൃത്യമായി മൗനം വെടിഞ്ഞ് നിലപാട് വ്യക്തമാക്കി രാജ്ഭവൻ രംഗത്തെത്തുമ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ കാര്യം അവിടെ കൃത്യമായി ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർബന്ധിതമാകും. അങ്ങനെ കൈമാറുന്ന വിശദാംശങ്ങളിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങളിൽ എന്ത് നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്, നടപടി സ്വീകരിക്കാൻ വൈകുന്നതിന്റെ കാരണം എന്താണ്, ആരാണ് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടെടുക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ വേണ്ടിവരും. അവിടെ ഏത് തരത്തിലായിരിക്കും ഇതിനോട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രതികരിക്കുക എന്നതാണ് ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യമായി മാറുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാലക്കാട് ലൈംഗികാതിക്രമം തടഞ്ഞ യുവതിക്ക് വെട്ടേറ്റു എന്ന വാർത്ത വരുന്നുണ്ട്. ആ വാർത്തയിലേക്ക് സ്പോട്ട് ലൈവ് എത്തും. അതിന് മുൻപ് ഇടവേള.